മുൻവർഷങ്ങളിലെ രീതികൾ അനുസരിച്ച് നോക്കിയാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാനുള്ള സമയപരിധി എത്തിയിട്ടുണ്ട്. സാധാരണ വർഷാരംഭത്തിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് ഏതാനും വർഷങ്ങളായി ബിഗ് ബോസ് ആരംഭിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ബിഗ് ബോസ് എന്ന് ആരംഭിക്കും, ആരൊക്കെ ബിഗ് ബോസിലുണ്ടാകും, എന്തായിരിക്കും ബിഗ് ബോസിൻ്റെ തീം എന്ന തരത്തിലെല്ലാം സോഷ്യൽ മീഡിയ വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ഒരുപക്ഷെ മാസങ്ങളോളം വൈകിയേക്കും എന്നും ഏഷ്യാനെറ്റിന്റെ തന്നെ മറ്റൊരു ഷോ ഈ സമയത്ത് ആരംഭിക്കും എന്നുമെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ബിഗ് ബോസിനെ കുറിച്ച് ശ്രദ്ധേയമായ ഒരു അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ചാനൽ. ഏഷ്യാനെറ്റ് ചാനൽ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇങ്ങനെ ഒരു പുതിയ അറിയിപ്പ് പുറത്തുവിട്ടത്. ആ അറിയിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പൊതുജന താൽപര്യാർത്ഥമുള്ള അറിയിപ്പ് എന്ന ഹെഡിങ്ങോട് കൂടിയാണ് അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അറിയിപ്പ് ഇങ്ങനെയാണ്: സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ ബിഗ് ബോസ് എന്ന പരിപാടിയുടെ അടുത്ത സീസണിന്റെ ഭാഗമായി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ നടത്തുന്നതിനോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനോ ഏതെങ്കിലും വ്യക്തികളെയോ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ല. പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങളോ നൽകി ബിഗ് ബോസ് എന്ന പരിപാടിയുടെ ഭാഗമാകാം എന്ന വ്യാജ പ്രലോഭനങ്ങളാൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഏഷ്യാനെറ്റിന്റെയോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയോ പേരിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനായി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, വീഡിയോ ക്ലിപ്പുകൾ, പണം മുതലായവ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന വ്യാജ ഫോൺ കോളുകളിൽ വഞ്ചിതരാകാതിരിക്കുക. ഏതെങ്കിലും വ്യക്തികളോ ഏജൻസികളോ സ്ഥാപനങ്ങളോ ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രവർത്തനങ്ങളോ അതിലൂടെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള നാശനഷ്ടങ്ങൾക്കോ ഏഷ്യാനെറ്റ് ചാനലും സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ഉത്തരവാദികളായിരിക്കുന്നതല്ല എന്ന് അറിയിച്ചുകൊള്ളുന്നു. അതായത് ഈ അറിയിപ്പിലൂടെ ഏഷ്യാനെറ്റ് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ഏജൻസികൾ എന്ന പേരിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിന് ഭാഗമാക്കാം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ്. നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൻ്റെതാണ് എന്ന് പറഞ്ഞ് ലഭിക്കുന്ന കോളുകളോ ആരെങ്കിലും ഏഷ്യാനെറ്റിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അതോ ഏഷ്യാനെറ്റ് ചാനലുമായോ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് അത് വെരിഫൈ ചെയ്യുക. നിലവിൽ മറ്റൊരു വ്യക്തിയും ഏഷ്യാനെറ്റ് ചാനൽ ഓഫീസ് അല്ലാതെ മറ്റൊരു വ്യക്തികളെയും ഇതിനുവേണ്ടി ഏഷ്യാനെറ്റ് നിയോഗിച്ചിട്ടില്ല എന്നാണ് ഏഷ്യാനെറ്റ് ഈ കുറിപ്പിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്നത്. അതായത് ബിഗ് ബോസിൽ പ്രവേശനം ലഭിക്കും എന്ന തരത്തിൽ പുറത്ത് തട്ടിപ്പുകൾ സജീവമാകുന്നു എന്നതുകൂടിയാണ് ഈ അറിയിപ്പ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലാണ് എന്ന് ഉറപ്പുവരുത്തി ഏഷ്യാനെറ്റ് ചാനൽ വഴി മാത്രം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനിടനിലക്കാരായി മറ്റു വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളെ ഉൾപ്പെടുത്തി അവരുടെ ചതിവിന്റെ ഭാഗമാകാതിരിക്കുക, അവരുടെ ചതിവിൽ പെടാതിരിക്കുക. ഏതായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകൾക്കും മറ്റ് അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.